ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സദൃശ ത്രികോണങ്ങൾ. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമ്മൾ 5ഓളം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇത് അതിൽ വരുന്ന തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ ആദ്യം മുതലുള്ള വീഡിയോസ് ഒന്ന് കാണുക. ഇതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 5ഓ 6ഓ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ആദ്യം കണ്ട ശേഷം മാത്രം സദൃശ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ത്രികോണങ്ങൾ എങ്ങനെ സദൃശ്യമാകുന്നു എന്നുള്ള ഐഡിയ മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ പ്രോബ്ലത്തിലേക്ക് കടക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഞാൻ ഇവിടെ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യന് തന്നെ വേറെ 2 സബ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ഇത് ചെയ്ത ശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. അതിനുശേഷം ഇത് മായ്ച്ച ശേഷം ബോർഡിൽ അത്രയും സ്ഥലമുള്ളൂ, പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 3 മീറ്ററും 2 മീറ്ററും ഉയരമുള്ള 2 കമ്പുകൾ നിലത്ത് നാട്ടി ഓരോ കമ്പിന്റെയും മുകളറ്റത്ത് നിന്ന് മറ്റേ കമ്പിന്റെ ചുവട്ടിലേക്ക് കയർ വലിച്ചു കെട്ടിയിരിക്കുന്നു. കയറുകൾ പരസ്പരം മുറിച്ചു കടക്കുന്നത് നിലത്ത് നിന്ന് എത്ര ഉയരത്തിലാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിനകത്ത് ഒരു കാര്യം ഓർക്കണേ, 3 മീറ്ററും 2 മീറ്റർ ഉയരമുള്ള 2 കമ്പുകൾ കുത്തനെ എന്നുള്ളൊരു വാക്കുണ്ട്. അത് ഞാൻ എഴുതാൻ വിട്ടുപോയി. കുത്തനെ നിലത്ത് നാട്ടിയിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഇത് നോക്കൂ, ഇങ്ങനെ ഒരു കമ്പ് കുത്തനെ നിലത്ത് നാട്ടിയിട്ടുണ്ട്. മറ്റൊന്ന് 2 മീറ്ററുള്ള ഒരു കമ്പും, ഒന്ന് വലുത് മറ്റൊന്ന് ചെറുത്. അതിൻ്റെ ഉയരമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 കമ്പുകൾ നിലത്ത് നാട്ടിയിട്ടുണ്ട്. എന്നിട്ട് വലിയ കമ്പിന്റെ മുകളറ്റത്ത് നിന്ന് ഈ ചെറിയ കമ്പിന്റെ ചുവട്ടിലേക്ക് ഒരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതുപോലെ ചെറിയ കമ്പിന്റെ മുകളിൽ നിന്ന് ഈ വലുതിന്റെ ചുവട്ടിലേക്ക് മറ്റൊരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അവ രണ്ടും മുറിച്ചു കടക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്താണ്? കയറുകൾ പരസ്പരം മുറിച്ചു കടക്കുന്നത് നിലത്ത് നിന്ന് എത്ര ഉയരത്തിലാണ്. അതായത് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഉയരമാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? കയറുകൾ പരസ്പരം മുറിച്ചു കടക്കുന്നത് തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്ന് വെച്ചാൽ ഇവിടത്തേക്കുള്ള ലംബ ദൂരം. ഇതിന് ഞാൻ എച്ച് എന്ന് വിളിക്കുന്നു. ഈ എച്ച് ആണ്. എച്ചിന്റെ വില എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം അത് കണക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയ ചില പരിപാടികളോട് ചെയ്യാനുണ്ട്. ഈ ഓരോന്നിനും നമുക്ക് പേര് കൊടുക്കാം. ഒന്നാമത്തെ ഈ കമ്പിന് ഞാൻ AB എന്ന് പേര് കൊടുക്കുന്നു. ഇതിന് CD എന്ന് പേര് കൊടുക്കുന്നു. ഇതിന് FE എന്നും കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ EF എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ കമ്പുകൾക്കെല്ലാം പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ FEയുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ FEയുടെ നീളം കണ്ടുപിടിക്കുന്നതിന് മുൻപേ ഈ സദൃശ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും 2 ത്രികോണങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് കണ്ടെത്തണം. നമുക്ക് നോക്കാം ത്രികോണങ്ങൾ ഉണ്ടോ എന്ന്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ABC എന്ന് പറയുന്ന ത്രികോണത്തെ ഞാൻ വേറെ തന്നെ, ഇത് മായ്ക്കാൻ നിൽക്കുന്നില്ല, വേണമെങ്കിൽ ഇത് മായ്ക്കാം അല്ലേ, ഇത് മായ്ക്കാതെ നല്ലത്. ഇനി വേറെ തന്നെ എഴുതുന്നതിന് പകരം ഈ ഭാഗം ഞാനൊന്ന് മായ്ച്ച് കളയുന്നു. എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുതാം. ഇത് നോക്കിയാൽ നിങ്ങൾ, ഇതിൻ്റെ ഭാഗം ഞാൻ മായ്ക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ABC എന്ന് പറയുന്ന വലിയൊരു ത്രികോണത്തെയും കാണാം. അതുപോലെ FEC എന്ന് പറയുന്ന ചെറിയൊരു ത്രികോണത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഈ 2 ത്രികോണങ്ങളും സദൃശങ്ങളാണോ? സദൃശങ്ങളാണല്ലോ, അല്ലേ? എങ്ങനെ സദൃശങ്ങളാവുന്നത് ചിലർക്ക് സംശയമുണ്ട്. ഇത് എങ്ങനെ സദൃശങ്ങളായി എന്ന് അറിയാത്തവർ പലപ്പോഴും ഉണ്ടാവാം. നോക്കാം നമുക്ക് എങ്ങനെയാണ് അത് സദൃശങ്ങളായതെന്ന്. അതായത് സദൃശങ്ങൾ എപ്പോഴാ 2 ത്രികോണങ്ങൾ എപ്പോഴാ സദൃശങ്ങളാവുക? അവയുടെ കോണുകളെല്ലാം പരസ്പരം തുല്യമാകുമ്പോഴാണ് ത്രികോണങ്ങൾ സദൃശ്യങ്ങളാവുന്നത്. ഇവിടെ വലിയ ത്രികോണമായ ABCയും ഇത് മറച്ചു വെച്ചാൽ കിട്ടുന്ന ഈ ചെറിയ ത്രികോണമാണ് എന്ത്? FEC അല്ലേ, അല്ലെങ്കിൽ EFC. അതും എന്താണ്? സദൃശ്യങ്ങളാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം. എന്തുകൊണ്ട് സദൃശ്യങ്ങളായി അത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഈ കോണ് നോക്കിയേ, ഇവിടെ ഈ കമ്പ് നിലത്ത് നാട്ടോ കുത്തനെ നിലത്ത് നാട്ടോ പറയുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന കോൺ 90 ആയിരിക്കുമല്ലോ. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഉയരം എന്ന് പറയുന്നത് ലംബ ദൂരമാണല്ലോ. ഇവിടെ ഉണ്ടാകുന്ന 2 കോണുകൾ എത്ര വെച്ചാണ്? 90 ഡിഗ്രി വീതമല്ലേ. അപ്പോൾ ഈ വലിയ ത്രികോണത്തിലെ ഈ കോണ് ചെറിയ ത്രികോണത്തിൽ ഈ കോണിന് തുല്യമായി. ഇനി നോക്കിയേ, ഈ വലിയ ത്രികോണത്തിനും ചെറിയ ത്രികോണത്തിനും കൂടി പൊതുവായൊരു കോണുണ്ടല്ലോ. ആരാണ് പൊതുവായ കോണ്? കോൺ C അല്ലേ. ചിലർക്ക് എന്നിട്ടും സംശയമുണ്ട് എങ്ങനെ അതൊരു പൊതുവായ കോണായി എന്ന്.
ഇത് മറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ വര ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നു എന്ന് കരുതും. ഈ വര മായ്ച്ചു കഴിഞ്ഞാൽ ഈ വലിയ ത്രികോണം കാണാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സി എന്ന് പറയുന്ന കോൺ അതിൻ്റെ ഭാഗമല്ലേ. ഇനി അതുമല്ല, ഈ വലിയ വശം ഞാനിവിടെ മായ്ക്കുന്നു കരുത്. ഓക്കെ, ഇത് ഇവിടെ മറച്ചു വെച്ചു. അപ്പോൾ FEC എന്ന് പറഞ്ഞ ഈ ത്രികോണത്തിൻ്റെയും ഒരു കോൺ ഏതാണ്? കോൺ സി അല്ലേ. അപ്പോൾ രണ്ട് ത്രികോണത്തിനും പൊതുവായ കോണാകുക എന്ത് തന്നെയായിരിക്കും? കോൺ സി സമം കോൺ സി എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്ത നോക്ക്, രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ പിന്നെ മൂന്നാമത്തെ കോണിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതില്ല. തീർച്ചയായും എന്തായിരിക്കും? മൂന്നാമത്തെ ഈ കോണുകൾ വലിയ ത്രികോണത്തിലെ ബി എന്ന് പറയുന്ന കോണും ചെറിയ ത്രികോണത്തിലെ കോൺ CFEയും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ത്രികോണം ABCയും ത്രികോണം EFCയും സദൃശങ്ങളാണ്. അപ്പോൾ ത്രികോണങ്ങൾ സദൃശങ്ങളാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? ത്രികോണങ്ങൾ സദൃശങ്ങളാണെങ്കിൽ അവയുടെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ കാര്യം ആദ്യം ഇവിടെ എഴുതുന്നു. ത്രികോണം ABCയും ത്രികോണം EFCയും സദൃശങ്ങളാണ്. അതുകൊണ്ട് അവയുടെ വശങ്ങൾ എന്തായിരിക്കും? അവയുടെ തുല്യ കോണിന് എതിരെ വരുന്ന വശങ്ങൾ. അങ്ങനെ തന്നെ എഴുതണം. ഇവിടെ ഞാൻ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് എഴുതുന്നത്. അവയുടെ വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. നോക്ക്, ഒരേ അംശബന്ധത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും ഒരേ അംശബന്ധത്തിൽ വരുന്ന വശങ്ങൾ നമുക്ക് നോക്കാം. AB എന്ന് പറയുന്ന വശവും FE എന്ന് പറയുന്ന വശവും എന്തായിരിക്കും? ഒരേ അംശബന്ധത്തിൽ. അവ തമ്മിലുള്ള അംശബന്ധം എടുത്തു കഴിഞ്ഞാൽ, അതായത് AB ഈസ് FE അല്ലെങ്കിൽ EF എഴുതാം. ഇവിടുന്ന് ഇങ്ങനെയല്ലേ തുടങ്ങുന്നത്, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എഴുതാം നമുക്ക്. AB ഈസ് EF. അത് ആർക്ക് തുല്യമാണ്? ABയുടെയും EFന്റെയും വശങ്ങളുടെ അവയുടെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം ആർക്ക് തുല്യമാണ്? ഇതാ AC ഈസ് ECക്ക് തുല്യമാണ്. AC ഈസ് EC ECക്ക് തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഏതൊക്കെ വശങ്ങളായിരിക്കും ഒരേ അംശബന്ധത്തിൽ നമുക്ക് നോക്കാം. ഇവിടെ ചെറിയ ത്രികോണത്തിലെ EF എന്ന് പറയുന്ന വശം വലിയ ത്രികോണത്തിലെ AB എന്ന് പറയുന്ന വശത്തിന്റെ അംശബന്ധം എടുത്തു കഴിഞ്ഞാൽ EF ഈസ് ടു AB ഈക്വൽ ടു അത് ആർക്ക് സമമാണ്? അതായത് EFന്റെയും ABയുടെയും അംശബന്ധം എത്രയാണോ അത് തന്നെയാണ് ECയുടെയും ACയുടെയും അംശബന്ധം. EC ഈസ് ടു AC എന്ന് എഴുതി. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? അംശബന്ധത്തെ മാറ്റിയിട്ട് ബൈ ആക്കിയിട്ട് എഴുതുന്നു. EF ബൈ AB സമം EC ബൈ AC എന്ന് എഴുതി. EFന്റെ വില, EF എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല അതിന്റെ വില എത്രയാണ്. അതിന് നമ്മൾ നേരത്തെ H ആയിട്ടല്ലേ നമ്മൾ എടുത്തത്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? H എന്ന് പേര് കൊടുക്കുന്നു. ABയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 3 മീറ്റർ. സമം EC എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അതിനെ EC എന്ന് തന്നെ എഴുതി. ACയും അറിയില്ല, ACയും അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഇതിന്റെ ക്ലിയർ കുറച്ച് കുറവായിരിക്കും. കാണുമ്പോൾ പെണ്ണിന് ഇത്തിരി മഷി കുറവാണെന്ന് തോന്നുന്നു. ശരിക്കും ക്ലിയർ അല്ല എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ സമവാക്യം 1 എടുക്കുന്നു. ഇനി അടുത്തത് നോക്കാം. ഇത്ര പോലെ സ്ഥലത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ ഈ ത്രികോണത്തെ നേരത്തെ നമുക്ക് ഇങ്ങനെയല്ലല്ലോ ചിത്രം ഉണ്ടായത്, ഇങ്ങനെയല്ലേ ഉണ്ടായത്? ഇതുപോലെ ഒരു ത്രികോണം ഉണ്ട് അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ അങ്ങ് മായ്ക്കുന്നു. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പരസ്പരം ഈ ചിത്രങ്ങൾ ഇങ്ങനെ മായ്ക്കുന്നത്. ഇനി നോക്കിയട്ടെ, നിങ്ങൾക്ക് ഇവിടെ ACD എന്ന് പറയുന്ന ത്രികോണവും അതുപോലെ AEF എന്ന് പറയുന്ന ത്രികോണവും, ഈ രണ്ട് ത്രികോണങ്ങളും പരിഗണിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്ക്,
ACD എന്ന് പറഞ്ഞ ഈ ത്രികോണവും AEF എന്ന് പറഞ്ഞ ത്രികോണം പരിഗണിച്ചാൽ അവയും എന്താണ്? സദൃശങ്ങളാണ് അല്ലെ. എന്തുകൊണ്ട് സദൃശങ്ങളായി? സെയിം കാരണം, നേരത്തെ പോലെ തന്നെ ഇവിടെയുള്ള കോണ് ഈ 90, ഇവിടെയും 90 ആണ്. ഒരു കോണുകൾ, ഈ വലിയ ത്രികോണത്തിലെ ഈ ഒരു കോൺ, ചെറിയ ത്രികോണത്തിലെ ഈ ഒരു കോണിന് തുല്യം. പിന്നെ രണ്ട് ത്രികോണത്തിനെയും പൊതുവായ ഒരു കോണാണ് കോൺ A. കോൺ A സമം കോൺ A എന്ന് പറയാലോ. പിന്നെ മൂന്നാമത് വരുന്ന ഈ കോണ് തീർച്ചയായിട്ടും എന്തായിരിക്കും? പരസ്പരം തുല്യമായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ത്രികോണം AEFും ത്രികോണം ACDയും പരസ്പരം സദൃശങ്ങളാണ്. അതുകൊണ്ട് എന്ത് പറയാം? ത്രികോണങ്ങൾ സദൃശമാകുമ്പോൾ അവയുടെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ എങ്ങനെയായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആ കാര്യം ഇവിടെ എഴുതുന്നു. ത്രികോണം AEFും ത്രികോണം ACDയും സദൃശങ്ങളായതിനാൽ, അല്ലെങ്കിൽ സദൃശങ്ങളാണ്, അതുകൊണ്ട് എന്ത് എഴുതാം? അതുകൊണ്ട് തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ, തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ഒരേ അംശബന്ധത്തിലാണ്. ഒരേ അംശബന്ധത്തിൽ ആണ്. ഓക്കെ, ഇങ്ങനെ കിട്ടിയല്ലോ. അവ രണ്ടും ഒരേ അംശബന്ധത്തിലാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയായിരിക്കും ഈ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ നോക്കാം. ഇവിടെ EF എന്ന് പറയുന്ന വശവും CD എന്ന് പറയുന്ന വശവും എന്തായിരിക്കും? അവ തമ്മിലുള്ള അംശബന്ധം എടുത്തു കഴിഞ്ഞാൽ, അതായത് EF ഈസ് ടു CD ആർക്ക് തുല്യമായിരിക്കും? ഈ ചെറിയ വശവും ഈ CD എന്ന് പറയുന്ന വശവും തമ്മിലുള്ള അംശബന്ധം ആർക്ക് തുല്യമാണ്? AE എന്ന് പറയുന്ന വശത്തിന്റെയും ACയുടെയും അംശബന്ധത്തിന് തുല്യമായിരിക്കും. അതായത് AE ഈസ് ടു ECക്ക് തുല്യമായിരിക്കും അല്ലേ. ഇനി EF ഈസ് ടു CD, ഇതിനെ ഞാൻ EF/CD എന്ന് എഴുതുന്നു. EF/CD സമം AE ഈസ് ടു ECയെ AE/EC എന്ന് എഴുതുന്നു. AE/EC. ഇനി EFനെ നമുക്ക് നോക്കിയേ. EFനെയാണ് നമ്മൾ H എന്ന് വിളിച്ചത് നേരത്തെ അല്ലേ. H എന്ന് എഴുതി. ബൈ CD-യുടെ നീളം നമുക്കറിയാം, ഇത് 2 ആയിരുന്നല്ലോ. ഇവിടെ H/2 എന്നാക്കി. സമം ഇനി AE/EC. AE എന്ന് പറയുന്നത് എത്രയാണ്? AE നമുക്ക് അറിയില്ല. AEനെ AE എന്ന് തന്നെ വെച്ചു. EC നമുക്ക് അറിയില്ല. AC ആണ്, സോറി, എന്തെങ്കിലും തെറ്റിപ്പോയത്. AE/AC ഇങ്ങനെയാണ് വരിക. ഇതിനെ ഞാൻ സമവാക്യം 2 ആയിട്ട് എടുക്കുന്നു. ഇത് സമവാക്യം 2. ഇനി ബാക്കി എഴുതുന്നതിന് മുന്നേ ഞാൻ ഈ ബോർഡ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ബാക്കി പ്രോബ്ലം ഞാൻ ചെയ്യാം. അപ്പൊ നമ്മൾ 2 സമവാക്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. H/3 സമം EC/AC എന്ന് പറയുന്ന ഒന്നാം സമവാക്യം, H/2 സമം AE/AC എന്ന് പറയുന്ന രണ്ടാമതൊരു സമവാക്യം. ഈ 2 സമവാക്യങ്ങളും തമ്മിൽ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഈ ബോർഡ് ഞാനൊന്ന് മായ്ക്കാണ്. മായ്ച്ച ശേഷം ബാക്കി പ്രോബ്ലം ഞാൻ ചെയ്യും. ഇവിടെ 1ഉം 2ഉം തമ്മിൽ ഞാൻ കൂട്ടാനാണ് പോകുന്നത്. സമവാക്യം 1ഉം 2ഉം കൂട്ടുമ്പോൾ ഈ ഭാഗത്ത് H/3 ഈ സൈഡ് H/2 ഉണ്ട്. അവ തമ്മിൽ കൂട്ടുമ്പോൾ ഇങ്ങനെ വരും. H/3 പ്ലസ് H/2 സമം, അതായത് സമത്തിന് ഇരുവശം ഉള്ളത് ഒരേ ഭാഗത്തുള്ളത് ആദ്യം കൂട്ടി, ഇനി ഈ ഭാഗത്തുള്ളത് ഇതിനോട് കൂട്ടണം. EC/AC പ്ലസ് ഇപ്പുറത്തെ വശത്ത് AE/AC എന്നുണ്ട് അല്ലേ. ഇനി H/3ഉം H/2 നമുക്ക് കൂട്ടാലോ. എങ്ങനെയാ കൂട്ടുന്നത്? അതായത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കൂട്ടിക്കൂടെ? അതായത് എന്ത് വരും? ഇതിന് ഇങ്ങോട്ടും പരസ്പരം ഗുണിച്ചിട്ട് കൂട്ടാം. H/2 2H വരും. H/3 3H വരും. ഇനി 3ഉം 2ഉം തമ്മിൽ ഗുണിക്കണം. 3 2 6 അല്ലേ. അപ്പം സമം ഇനി EC ഇതിന് ഛേദം നോക്കിയാട്ടെ. 2ന് ഛേദം AC തന്നെയാണ്, തുല്യാണ്. അപ്പോൾ ഒരേ ഛേദമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ഛേദം ഇട്ടാൽ മതിയല്ലോ. അപ്പൊ നോക്ക്, EC പ്ലസ് AE ബൈ ഒരേ ഛേദം തന്നെ മതി. അംശങ്ങൾ തമ്മിൽ കൂട്ടി അതേ ഛേദം എഴുതി. ഇനി 2Hഉം 3Hഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാ വരുക? 5H/6 കിട്ടും അല്ലേ. സമം
EC പ്ലസ് AE എന്താന്ന് നോക്കിയാട്ടെ നമുക്ക്. EC ഇതാണ്, AE ഇതാണ് അല്ലേ. അപ്പൊ ECയുടെ കൂടെ AE കൂട്ടിയാൽ എന്താ കിട്ടുക? AC അല്ലേ വരുക. അപ്പൊ ഇതിന് പകരം ഞാൻ എന്ത് എഴുതുന്നു? ഇതിന് പകരം AC എന്ന് തന്നെ എഴുതുന്നു. കാരണം ECയും AEയും കൂടി ചേർന്നാൽ AC ആയിട്ട് മാറും. താഴെ ആരുണ്ട്? AC തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ AC/AC എന്തായി മാറും? അത് ഒന്നാവൂലേ? AC/AC എന്ന് വെച്ചാൽ ഒന്നാണ്. അപ്പൊ എന്താ വരുന്നത്? 5H, ഇതിന്റെ ബാക്കി ഈ ഭാഗത്ത് എഴുതാം. 5H/6 സമം 1 എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ ബൈ 6 സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ബൈ 6 സമത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ 1 ഗുണിക്കണ 6 മാറില്ല, ഹരിക്കണ ബൈ 6 അപ്പുറത്തേക്ക് ഇൻറ്റു 6 ആവും. 1 ഇൻറ്റു 6 6 വരും. ഇനി H സമം എന്താ വരുക? 6/5 6/5 എന്ന് വരും. എങ്ങനെയാ അത് ബൈ 5 ആയത്? 5H എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 5 ഗുണിക്കണ H ആണ്. അപ്പൊ ഗുണിക്കണ 5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണ 5 ആവുമല്ലോ. അപ്പൊ 6/5ന്റെ വില എത്രയാ നോക്കുക? 6/5ന്റെ വില 6നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 6ൽ 5 ഒരു പ്രാവശ്യം പോകും അല്ലെ. 1 5 5, ബാക്കി ശിഷ്ടം 1. ഇവിടെ സംഖ്യകളൊന്നും എഴുതാനില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? 0 ഇട്ടു, പോയിന്റ് മേലെ ഇട്ടു. 10ൽ 5 എത്ര പ്രാവശ്യം പോകും? 2 തവണ പോകും. 5 10. അപ്പൊ 1.2 Hന്റെ വില കിട്ടിയത്. 1.2 എന്തായിരിക്കും? മീറ്റർ. അതായത് 1.2 മീറ്റർ സൂചിപ്പിക്കുന്നത് നിലത്ത് നിന്നും 1.2 മീറ്റർ അകലെ വെച്ചാണ് രണ്ട് കയറുകളും പരസ്പരം മുറിച്ചു കിടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് കണ്ടു നോക്കുക. ഇത്തിരി ടഫുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. നിങ്ങളിത് ഒന്ന് റിവൈൻഡ് അടിച്ച് കണ്ടു നോക്കുക. എന്നിട്ട് കാണാതെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും മനസ്സിലാവും, കിട്ടും. അപ്പം സദൃശ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ആ ഇൻട്രൊഡക്ഷൻ എന്തായാലും കണ്ടിട്ട് അതിനുശേഷം മാത്രം ഈ ആക്ടിവിറ്റീസ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതിൽ വരുന്ന അടുത്ത സബ് ക്വസ്റ്റ്യൻ ഞാൻ ഇത് മുഴുവൻ വായിച്ച ശേഷം ഞാൻ എഴുതാം. പിന്നെ ഇനി 2 സബ് ക്വസ്റ്റ്യൻ കൂടി ഇതിലുണ്ട്. ഓക്കെ, ഇത് വായിച്ച ശേഷം ഞാൻ വീണ്ടും എഴുതാം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കമ്പുകൾ തമ്മിലുള്ള അകലം മാറിയാലും ഈ ഉയരം മാറുന്നില്ല എന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ചിത്രം ഇങ്ങനെയല്ലേ ഉണ്ടായത്? ഇതായിരുന്നല്ലോ നമ്മളെ ചിത്രം. കമ്പുകൾ തമ്മിലുള്ള അകലം, അതായത് ഈ കമ്പിനെ ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് ഇങ്ങോട്ടാക്കിയെന്ന് കരുതുക. ഓക്കെ, അതേപോലെ അപ്പൊ ഈ കയറെന്ത് വരും? ഇങ്ങനെ വരുമല്ലോ. അപ്പം ഇവിടെ ഈ കമ്പുകൾ തമ്മിൽ അത്ര അകലത്തിൽ വെച്ച് കഴിഞ്ഞാലും ഈ Hന് ഒരു വ്യത്യാസവും വരുന്നില്ലെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നോക്ക്, അതായത് നമുക്ക് ഇങ്ങനെ നേരത്തെ ചെയ്ത കണക്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. H/3 + H/2 സമം 1 എന്ന് വരുന്നില്ലേ? എങ്ങനെ ഈ 1 കിട്ടിയിട്ടുണ്ടായത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? AE + EC അല്ലെ. AE + EC സമമാണ് നമുക്ക് AC കിട്ടിയത് അല്ലെ, നേരത്തെ ആ ചോദ്യത്തില് അങ്ങനെയാണ്. അതായത് AE + EC/AC അങ്ങനെ ആയിരുന്നില്ല ഉണ്ടായത്. അതായത് ഈ കണക്ക് എങ്ങനെ നിങ്ങൾ വില കൊടുത്ത് ചെയ്താലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ AE + EC/AC എന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്ന് പറഞ്ഞാല് AE + EC എന്ന് പറയുന്നത് എപ്പോഴും അതെന്തായി മാറി? AC ആയിട്ട് മാറും. അപ്പൊ AC/AC എന്ന് പറയുന്നത് 1 തന്നെ ആകും. അതായത് H/3 + H/2 സമം 1 തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് H എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഓക്കെ, Hന്റെ വില ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കമ്പുകൾ തമ്മിലുള്ള അകലം മാറി മാറി വരും. അകലം മാറിയാലും ഇവിടെ ഈ സൈഡ് 1 കിട്ടുള്ളൂ. അപ്പൊ Hന്റെ വിലയ്ക്ക് എന്ത് വരില്ല? മാറ്റം വരില്ല. ഓക്കെ, H എപ്പോഴും എത്ര തന്നെയായിരിക്കും? 1.2 മീറ്റർ തന്നെയായിരിക്കും. എത്ര അകലത്തിലാണെങ്കിലും കമ്പ് മുറിച്ച് കടന്നാൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് തെളിയിക്കാൻ ഇങ്ങനെ തെളിയിക്കേണ്ടതുള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ ഇത് മായ്ച്ച ശേഷം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കമ്പുകളുടെ നീളം AB എന്നും കയറുകൾ മുറിച്ചു കടക്കുന്ന സ്ഥാനത്തിന്റെ ഉയരം H എന്നും എടുത്താൽ ABH എന്നിവ തമ്മിലുള്ള ബന്ധം കാണുക എന്നാണ് പറയുന്നത്. അപ്പോൾ എയും ബിയും എച്ചും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ നേരത്തെ AB, അതായത് കമ്പുകളുടെ നീളം 2 3 ആയിരുന്നു അല്ലെ. 2 3 എന്ന സംഖ്യകൾക്ക് പകരം എയും ബിയും എന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ രണ്ടാമത്തെ കണക്കിൽ പറഞ്ഞൊരു ബന്ധമുണ്ടല്ലോ, h/2 + h/3 സമം 1 എന്ന് നമ്മൾ നേരത്തെ കണക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. ഇവിടെ h/2 പകരം നമുക്ക് a എന്ന് കൊടുക്കാം, h/3 പകരം ഈ എക്ക് പകരം 2 എന്നും ബിക്ക് പകരം 2 പകരം a എന്നും 3 പകരം b എന്നും ഞാൻ കൊടുക്കുന്നു. സമം 1 എന്ന് എഴുതി. അപ്പൊ നോക്ക്, h/a + h/b ഇങ്ങനെയല്ലേ വന്നത്. നമുക്കറിയാം ഇവിടെ ഛേദങ്ങൾ വ്യത്യാസമായതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൂട്ടാം. എച്ചിനെ ആദ്യം ബി കൊണ്ട് ഗുണിക്കുക. എത്ര വരിക, h × b എന്ന് വെച്ചാൽ BH എന്ന് വരും, പ്ലസ് h × a എന്ന് പറഞ്ഞാൽ AH എന്ന് വരും, ബൈ താഴെയോ a × b അല്ലെങ്കിൽ AB എന്നാകും, സമം 1 എന്ന് വരും. ഇനി BH, ഇത് ഈ BH + AH പൊതുവായിട്ട് ആരുണ്ട്, H ഒരു പൊതു ഘടകമല്ലേ. Hനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. Hനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി ബ്രാക്കറ്റിൽ ആരുണ്ടാവും, ഇവിടെ നിന്ന് H പോയി കഴിഞ്ഞാൽ ഇവിടെ B ഉണ്ട്, ഇവിടുത്തെ H പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ A ഉണ്ട്, ബൈ താഴെ ആരുണ്ട്, AB അങ്ങനെ തന്നെയുണ്ട്, സമം 1 എന്ന് ഞാൻ എഴുതുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, Hനെ മാത്രം ഇവിടെ വെക്കുന്നു, ബാക്കി മുഴുവനും ഇവരെ മൊത്തം എന്ത് ചെയ്യുന്നു, സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ H മാത്രം അവിടെ കിടക്കുന്നു. ബാക്കി ഈ ബൈ AB സമത്തിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും, × AB ആവുമല്ലോ, 1 ഗുണിക്കണം AB ആവുമല്ലോ. 1ന്റെ കൂടെ ആരോ ഗുണിച്ചാലും എന്തെന്നെ വരും, അതേ സംഖ്യയല്ലേ. അപ്പൊ ബൈ AB, ഈ ബൈ ABനെ സമത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ 1 ഗുണിക്കണം AB, അതായത് AB ആയിട്ട് മാറും. ബൈ ഇനിയോ B + A സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇത് ഇതുമായിട്ട് ഗുണിക്കുവാന്നല്ലേ, അത് ഇപ്പുറം വരുമ്പോൾ ഹരിക്കണം എന്നാകും, B + A എന്നായിട്ട് മാറും. അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് എങ്ങനെയാ പറയും, AB / B + A നമുക്ക് A + B എന്ന് പറയൂലേ അല്ലേ. ചിലർക്ക് സംശയം ഉണ്ടാകും, എന്തുകൊണ്ട് 2 കൂട്ടണം 3 എന്ന് പറഞ്ഞാലും 3 + 2 എന്ന് പറഞ്ഞാൽ ഉത്തരം തന്നെ 5 തന്നെയല്ലേ. അതുപോലെ A + B എന്ന് പറഞ്ഞാലും B + A എന്ന് പറഞ്ഞാലും ഉത്തരം എന്ത് തന്നെയാ, 1 തന്നെയല്ലേ. അപ്പോൾ AB / A + B എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഇവിടെ H എന്ന് പറയുന്ന സംഖ്യ കണക്കാക്കാൻ അല്ലെങ്കിൽ H എന്ന് പറയുന്ന ഉയരം കണക്കാക്കാൻ നമുക്ക് ഏത് സൂത്രവാക്യം എടുക്കാം, ഇത് ഉപയോഗിക്കാലോ, AB / A + B നമുക്ക് കിട്ടും. അതായത് കമ്പുകളുടെ ഉയരം മാത്രം മതി നമുക്ക് H കണ്ടുപിടിക്കാൻ. അതായത് കമ്പുകളുടെ ഉയരത്തിന്റെ ഗുണനഫലം മുകളിൽ തുക താഴെ എഴുതിയിട്ട് പരസ്പരം ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കും ആ കമ്പുകൾ പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ നിലത്ത് നിന്ന് കിട്ടുന്ന ഉയരം. ഓക്കെ, ഇത്രയുമാണ് ഈ 5ാമത്തെ ഈ പ്രോബ്ലത്തിൽ തന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുഴുവനും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഈ ക്ലാസ് ആദ്യം മുതൽ കാണുക. അപ്പോൾ കണ്ട ശേഷം മാത്രം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒന്ന് കാണാതെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ക്ലാസ്സിന് താഴെ രേഖപ്പെടുത്തണം. ഓക്കെ, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഇനി അല്ലെങ്കിൽ എന്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ഇടാവുന്നതാണ്. നല്ല കമൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശം ഞാൻ മാനിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.